നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ 18ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകപ്രശസ്തനായ സ്വാമി ചിന്മയാനന്ദ സരസ്വതിയെക്കുറിച്ചിട്ടാണ്. ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രമേ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ 1-2 ആഴ്ച കാലത്തോളം അദ്ദേഹത്തിൻ്റെ ഗീതാപാരായണവും ഗീതായജ്ഞവും അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വിശ്വവിഖ്യാതനായ ആ വലിയ സ്വാമിയുടെ എളിമയും പെരുമാറ്റവും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം കവിതകളും കഥകളും ഒക്കെ കുത്തിക്കുറിക്കുമെങ്കിലും ഗീതാ യജ്ഞത്തിൽ പങ്കെടുത്തപ്പോൾ ഗീതയെക്കുറിച്ച്, ഭഗവത്ഗീതയെക്കുറിച്ച്, അതിൻ്റെ ഉൾക്കാമ്പിനെക്കുറിച്ച് ഒക്കെ അറിയാൻ കഴിഞ്ഞു. ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ 2 മതിലുകൾക്കപ്പുറമാണ് SMB ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ട്. പണ്ടവിടെ വലിയ കുളവും കന്നുകാലികൾ മേഞ്ഞ് നടന്നിരുന്ന ഒരു സ്ഥലവുമായിരുന്നു. പിൽക്കാലത്ത് നല്ലൊരു സ്റ്റേഡിയമാക്കി അത് മാറ്റാൻ കഴിഞ്ഞു. അവിടെ വെച്ചാണ് മഹത്തായ ഈ ഗീതായജ്ഞം തുടങ്ങുന്നത്. അന്ന് ഇത്രയധികം ചിന്തകളോ അറിവുകളോ ഒക്കെ പ്രാപ്യമായിരുന്നു. സ്വാമിയെക്കുറിച്ചും കേട്ടിട്ടുണ്ടെന്നല്ലാതെ സ്വാമിയുടെ കാര്യങ്ങൾ ആധികാരികമായിട്ടൊന്നും പറയാനും മനസ്സിലാക്കാനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ഓർമ്മയിൽ തെളിയുന്നത് ഗീതായജ്ഞം തുടങ്ങുന്ന ആ സന്ധ്യാ നേരത്ത് കുറച്ചാൾക്കാർ, ഒരു 100-300 പേർ വരും, ബെഞ്ചുകളിലിരിക്കുന്നു. കൊടി തോരണങ്ങളും ഒക്കെ കെട്ടിയിട്ടുള്ള അവിടെ ചിന്മയാനന്ദ സ്വാമിയുടെ പേരുള്ളൊരു ബാനറും ഗീതായജ്ഞത്തെക്കുറിച്ചൊക്കെ ചില ബോർഡുകൾ കാണാമായിരുന്നു. അപ്പോൾ അതുപോലെ ആദ്യമായി ഇന്ന് നേരിൽ കാണാൻ പോയപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ ഒരു തടിക്കസേരയിൽ പുറത്തിരിക്കുകയാണ്. ചുറ്റുവട്ടത്ത് ആരുമില്ല. കുറച്ച് ദൂരം മാറിയാണ് നിറയെ കേൾവിക്കാർ ഇരിക്കുന്നത്. എന്തോ എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു നിന്ന് കൂപ്പുകൈകളോടെ സ്വാമി നമസ്കാരം എന്ന് പറഞ്ഞു. നമസ്കാരം എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് നോക്കി. കണ്ണട വെച്ചിരുന്ന അദ്ദേഹം കണ്ണട ഊരി മാറ്റി. വരൂ, ഇവിടെ ഇരിക്കാം. ഞാൻ വേണ്ട സ്വാമി, ഞാനിവിടെ നിന്നുകൊള്ളാം. ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നി ചോദിച്ചറിയണമെന്നുണ്ട്. ചോദിച്ചോളൂ എന്ന് താടിയിലിങ്ങനെ ഒഴിഞ്ഞിട്ട് ചിരിച്ചു. എന്നിട്ട് പ്രശസ്തമായ സ്വർണ്ണക്കുപ്പിയിൽ നിറയെ മൂക്കുപൊടിയാണ്. അതിൽ നിന്നും ലേശം പൊടിയെടുത്ത് മൂക്കിൽ തിരികെ ശേഷം അദ്ദേഹം എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഇതിലേക്കായിരിക്കും അല്ലേ നോട്ടം? ഇത് എത്രയോ കാലങ്ങളായി എൻ്റെ കയ്യിലുള്ള ഒരു ഡെപ്പിയാണ്. എന്താ നിങ്ങൾക്കറിയേണ്ടത് എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഗീതാ പ്രഭാഷണം കൊണ്ട് സ്വാമി ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനങ്ങളിൽ എന്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയും? സ്വാമി ഉറക്കെന്ന് ചിരിച്ചു. എന്നോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ചോദിക്കുന്നത്. ആ ചിരി ഞാൻ ഉൾക്കൊണ്ടു.
ഞാൻ പറഞ്ഞു, സ്വാമി, വിവരവും വിവേകവും അല്പം കുറവാണ് എനിക്ക്. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യശകലം ഞാൻ സ്വാമിയോട് ചോദിച്ചു എന്ന് മാത്രം. എൻ്റെ തോളിൽ തട്ടി. അപ്പോൾ പിന്നിലോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്ന കസേരയുടെ ബാക്കിലാണ് ഞാൻ നിന്നത്. മുന്നിലോട്ട് വന്ന് നിൽക്കൂ എന്ന്. അങ്ങനെ ഞാൻ മുന്നിലോട്ട് ചെന്ന് നിന്നു. ചുറ്റുപാടും കണ്ണോടിച്ചു. അടുത്തെങ്കിലും കസേരകളൊന്നുമില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. സ്വാമി, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. ഗീതായജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സിൽ ഗീത നൽകുന്ന ഉപദേശം, ഗീതയിലൂടെ മനസ്സിനെ പരിപക്വമാക്കി തീർക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. എണ്ണിയാൽ ഒടുങ്ങാത്ത ഗീതായജ്ഞം എനിക്ക് തന്നെ ഓർമ്മയില്ല. 10,000-2000 വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലങ്ങളിൽ, പല ദേശങ്ങളിൽ, വിദേശങ്ങളിലുമൊക്കെ ഗീതായജ്ഞം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഗീത കൊണ്ട് എന്താണ് പ്രയോജനം എന്നതിന് എനിക്ക് പറയാനുള്ളത്, മനുഷ്യ മനസ്സിനെ ഏകീകരിക്കുക, മനുഷ്യ മനസ്സിന് എന്തും നേരിടാനുള്ള ശക്തി നൽകുക, മനുഷ്യ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുക എന്നതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയവരൊക്കെ ഇതേക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെന്നാണ് എൻ്റെ വിവക്ഷ. ആയിരത്തി 1916 മെയ് 8 അദ്ദേഹം ജനിച്ചു. 1993 ആഗസ്റ്റ് 3 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. അതിൻ്റെ പേരിൽ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയുമുണ്ടായി. 1945 നാഷണൽ ഹെറാൾഡ് പത്രത്തിൽ ജേർണലിസ്റ്റായി. 1947 സ്വാമി ശിവാനന്ദനെ കാണാൻ ഋഷികേശിലേക്ക് പോയി. 1951 ഗീതാ പ്രഭാഷണം നടത്താനുള്ള അനുമതിക്കായി ഗുരുവിനെ അറിയിച്ചു. 1953 ചിന്മയ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. 1992 ഐക്യരാഷ്ട്രസഭയിൽ ഭൂമി പ്രതിസന്ധിയിൽ എന്ന പ്രഭാഷണം നടത്തിയ ഇദ്ദേഹം 1993 ആഗസ്റ്റ് 3 കാലിഫോർണിയയിലെ സാൻ ഡിയാഗോയിൽ വെച്ച് 77-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇന്ത്യയിൽ കൊണ്ടുവരികയും ഹിമാലയ സാനുക്കളിലുള്ള ഒരു ആശ്രമത്തിൽ അടക്കം ചെയ്യുകയും ചെയ്തു. ഞാൻ ഇത്രയും പറഞ്ഞ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കുറിപ്പ് ഇതോടൊപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഇത് പറയാൻ കാര്യം, ആഗോള പ്രശസ്തനായിട്ടുള്ള സ്വാമി, അദ്ദേഹത്തിൻ്റെ പേരിൽ കോളേജുകൾ, സ്കൂളുകൾ, ഫൗണ്ടേഷനുകൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നും വർഷങ്ങളായി, കാലങ്ങളായി സ്വാമിയെ ഓർമ്മിപ്പിക്കുന്നവർ, സ്വാമിയെ അറിയുന്നവർ, സ്വാമിയെ കണ്ടവർ എല്ലാം അദ്ദേഹത്തിൻ്റെ ഗീതായജ്ഞത്തെപ്പറ്റി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കാണാൻ, ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. 1-2 ആഴ്ചയോളം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കാൻ എത്തിയെങ്കിലും ഒരൊറ്റ തവണ മാത്രമേ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ വിശദമായ ഗ്രൗണ്ടിൽ ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അർത്ഥതലങ്ങളും അദ്ദേഹം വിവരിക്കുമ്പോൾ
ഒരു പ്രത്യേക ഊർജം നമ്മളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലേ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യ ദിവസം ഞാൻ കരുതി സ്വാമിയെന്ന് കണ്ട് സ്വല്പനേരം പ്രഭാഷണം കേട്ടിട്ട് പോകാം. അങ്ങനെയാണ് ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും അവിടെ ഇരുന്നത്. എന്തുകൊണ്ടോ മനസ്സിൻ്റെ തുറന്നു പറച്ചിലോ, മനസ്സിൻ്റെ തോന്നലോ, മനസ്സിൻ്റെ നിഗൂഢതയോ എന്താണെന്നറിയില്ല, ആ ഗീതായജ്ഞം തീരുന്ന അതുവരെ എന്നും മനസ്സിനെ നയിച്ചത് ഈ സ്ഥലത്തേക്കായിരുന്നു. അത് തീരുന്നതുവരെയും ആരോടൊന്നുമില്ലാതെ എന്തെന്നില്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രൗഢഗംഭീരമായ ആ ആഖ്യാനവേദിയിൽ, വേദിക്ക് മുന്നിലെ ബെഞ്ചിൽ ഉപവിഷ്ടനായി എന്ന് വേണം പറയാൻ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അറിയില്ല. പക്ഷേ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ അർത്ഥതലങ്ങളും അതേക്കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളും ഉപമകളും ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തെ ചലിപ്പിക്കുന്ന ദൈനംദിന കാര്യങ്ങളും മനുഷ്യ മനസ്സിൽ രൂപപ്പെടുന്ന തെറ്റുകൾ, നന്മകൾ, തെറ്റും ശരിയും തിരിച്ചറിയാത്തവർ, അങ്ങനെ എല്ലാ തലത്തിലും എല്ലാ വശത്തിലും അദ്ദേഹത്തിൻ്റെ വസ്തുത ചൂണ്ടിക്കാട്ടിയുള്ള പ്രഭാഷണം എല്ലാവരെയും ഒന്നുപോലെ ഹഠാതാകർഷിച്ചു എന്ന് വേണം പറയാൻ. ആദ്യത്തെ ദിവസം ആ സ്റ്റേഡിയത്തിൽ ഒരു 100-300 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നാളുകൾ കഴിയും തോറും എങ്ങെന്നറിയില്ല കൂടുവിട്ട പറവകളെ പോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനെത്തിയത്. തോളിലൊരു ഷാളും ഇട്ട് ഒരു കാവി മുണ്ടും ധരിച്ച് കണ്ണടയും വെച്ച് ആ വേദിയിൽ ഇരിക്കുന്ന ആ രൂപം ഇന്നും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടേയില്ല. നൂറുകണക്കിന് ബെഞ്ചുകൾ ജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി കൊണ്ടിട്ടപ്പോഴും ആദ്യ ദിവസം എൻ്റെ മനസ്സിൽ തോന്നി, ഈ നൂറുകണക്കിന് ബെഞ്ചുകൾ ഇട്ടിട്ട് വല്ല അർത്ഥമുണ്ടോ, വല്ല പ്രയോജനമുണ്ടോ? ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ എത്ര പേർ ഇത് കേൾക്കാൻ വരും എന്നൊക്കെയുള്ള വക്രചിന്ത മനസ്സിലുണ്ടായി. അത് തുറന്നു പറയാൻ എനിക്ക് മടിയുമില്ല. പക്ഷേ ഓരോ ദിനങ്ങൾ കഴിയും തോറും പിന്നെയും പിന്നെയും ആൾക്കാരുടെ പ്രവാഹമായിരുന്നു. ഒരു തിരതള്ളൽ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തിയെന്ന് വേണം പറയാൻ. കാരണം എൻ്റെ തറവാട്ടിൻ്റെ അവിടെ നിന്നും 5 മിനിറ്റ് പോലും തികച്ച് നടക്കണ്ട ഈ വേദിയിലെത്താൻ. അപ്പോൾ എന്നും ഓരോ ദിവസവും കഴിയും തോറും വന്നെത്തുന്ന സഹസ്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗീതായജ്ഞത്തിൽ പങ്കാളിയാകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം തെളിച്ച ആ തേര് പൂർണ്ണമായും നേർപാതയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നെനിക്ക് തോന്നി. ഒരാവേശമായിരുന്നു ആ യജ്ഞത്തിൽ പങ്കെടുക്കാൻ. ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന സന്തോഷം, നമ്മുടെ മനസ്സിൽ ഒരു സൃഷ്ടിയെക്കുറിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ഓരോന്ന് പറയുമ്പോൾ സ്വാമിജി എത്രമാത്രമാണ് മനുഷ്യഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുള്ളത്, എത്രമാത്രമാണ് മനുഷ്യ മനസ്സിനെ അവധാനതയോടെ
കാണാനും അവരുടെ അനുഭവങ്ങളെ സ്വാംശീകരിച്ച് ഗീതായജ്ഞത്തിൽ ഗീതയോടൊപ്പം മനുഷ്യചിന്തകളും മനുഷ്യൻ്റെ തോന്നലുകളും എല്ലാം പറയുമ്പോൾ അവിടെ കേരളത്തിലെ ഭക്തരെന്നോ അല്ലെങ്കിൽ കർണാടകത്തിലെ ഭക്തരെന്നോ അല്ലെങ്കിൽ ഭക്തരല്ലാത്തവരെന്നോ മഹാരാഷ്ട്രയിലുള്ളവരാണെന്നോ ഭാരതത്തിലെ ഓരോ പൗരനും അത് ആസ്വദിച്ചു എന്നുള്ളതാണ് പരമമായ സത്യം. ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പണക്കാരൻ വിചാരിച്ചാൽ 10 സ്കൂളുകൾ പണിയാം. അപ്പോൾ ഒരു തീജ്വാല പോലെ, ഒരു അഗ്നിസ്ഫുലിംഗം പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ബഹിർഗമിക്കുന്ന, അനർഗളമായി ഒഴുകുന്ന ഗീതയുടെ വാക്കുകൾ, ഗീതയുടെ വചനങ്ങൾ മനുഷ്യ മനസ്സ് എത്രമാത്രം ഉൾക്കൊണ്ടു എന്നുള്ളതിനുള്ള തെളിവാണ് ലോകത്താകമാനം ആയിരക്കണക്കിന് സ്കൂളുകൾ, ആയിരക്കണക്കിന് ചിന്മയ കേന്ദ്രങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള സംഘടനകൾ. കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു! എൻ്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുള്ള ഇവിടെ ചിലരെ മാത്രം ഓർക്കുന്നു. കാലം എത്ര കഴിഞ്ഞു! ഇന്ന് ഞാനിത് നിങ്ങളോട് പറയുമ്പോഴും ആ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ വാക്കുകൾ മനസ്സിലും കാതുകളിലും മുഴങ്ങി കേൾക്കുകയാണ്. അപ്പോൾ അറിവിൻ്റെ കേദാരഭൂവിൽ നർത്തനമാടുന്ന ഒരു ചിരഞ്ജീവിയാണ് സ്വാമിജി. ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും ഹിമാലയ സാനുക്കളെ പോലും മനസ്സുകൊണ്ട് തൊട്ട് തലോടാൻ ഹിമാലയത്തിലെ ആശ്രമങ്ങളിൽ ശിവാനന്ദ യോഗിയുടെ കൂടെയും മറ്റും അദ്ദേഹം കഴിഞ്ഞ നാളുകൾ, സന്യാസം സ്വീകരിച്ച നാളുകൾ, ജീവിതത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കിയ ദിനങ്ങൾ, തൻ്റെ ഗുരുവിനോട് ഞാൻ ഗീതാ പ്രഭാഷണം നടത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഉൾപ്പെടെ 4 പേർ ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രഭാഷണം നടത്തിക്കൊള്ളൂ എന്നാണ് അന്ന് പറഞ്ഞത്. അവിടെ നിന്ന് തുടങ്ങിയ ആ പ്രഭാഷണം ലോകത്തെ ലക്ഷക്കണക്കിന് പേരാണ് കേൾക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ഇന്നും ആ വാക്കുകളെ പിന്തുടരുന്നതും അദ്ദേഹത്തെ പലരുടെയും മാനസഗുരുവായി കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ മഹായോഗി. കണ്ണുകളിൽ ആ രൂപം നിറഞ്ഞു നിൽക്കുകയാണ്. മുഖത്ത് നോക്കിയൊരു ചിരി കഴിഞ്ഞ് അദ്ദേഹം വേദിയിലേക്ക് പോകുമ്പോൾ, കുഞ്ഞേ, എല്ലാം നല്ലതായി ഭവിക്കട്ടെ, ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും, ഞാൻ വേദിയിലോട്ട് കയറട്ടെ, തുടങ്ങാറായി, തുടക്ക ദിവസമല്ലേ, അപ്പോൾ ഇത് കേൾക്കാനൊന്നും വരില്ലേ എന്ന് ചോദിച്ചു. തീർച്ചയായും സ്വാമിജി വരാം എന്ന് പറഞ്ഞു. അങ്ങനെ മുൻനിരയിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു. കുറേ നേരം ഇരുന്നു, കേട്ടു. കുറേ കഴിഞ്ഞപ്പോൾ മനസ്സ് ചഞ്ചലമാകുന്നു. അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. ഒരു 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് കാണും. അടുത്ത ദിവസം പറ്റിയാൽ വരാം എന്നുള്ള ഒരു ചിന്തയിൽ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഓരോ ദിവസവും മനസ്സ് സ്വയം പുലമ്പി, അത് കേൾക്കണം കേൾക്കണം കേൾക്കണമെന്ന്. അങ്ങനെ ആ യജ്ഞം തീരുന്നതുവരെ അതിൽ പങ്കെടുക്കാനും ഗീത എന്ന മഹത് ഗ്രന്ഥത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വളരെയേറെ മനസ്സിലാക്കാനും ഭാവി ജീവിതത്തിൽ അതിൻ്റെ ചില
വേരുകൾ മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു എന്ന് പറയാതെ വയ്യ. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ട വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ഇടയിൽ ഇദ്ദേഹത്തെ കണ്ടതും ഞാനിവിടെ പറയാൻ കാരണം ഗീത തന്നെ. അതിലെ പ്രതിപാദ്യങ്ങൾ, അതിലെ വാക്കുകൾ നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന ഉണർവ് പറഞ്ഞറിയിക്കാവതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ആ മഹായോഗിയെ നേരിൽ കാണാൻ കിട്ടിയ അവസരം ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അറിവിൻ്റെ ഉറവിടം, അറിവിൻ്റെ തേജസ്, അറിവിൻ്റെ പുഴ എന്നൊക്കെ വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. അത്രമാത്രം ജ്ഞാനവും ജീവിത വീക്ഷണവുമുള്ള ഒരു മഹാകർമ്മയോഗിയായിരുന്നു സ്വാമി ചിന്മയാനന്ദ സരസ്വതി. അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.